മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനായി കർത്തനേശു സാക്ഷികളായി. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനായി കർത്തനേശു സാക്ഷികളായി. ഒത്തുചേർന്നിടാം, ഒത്തുപാടിടാം തന്റെ നാമമഹത്വത്തിനായി. ഒത്തുചേർന്നിടാം, ഒത്തുപാടിടാം തന്റെ നാമമഹത്വത്തിനായി. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു കൈയിൽ കുഞ്ഞാടിനെ വഹിച്ചും മറുകൈയിൽ ആട്ടിടയൻ്റെ നീളമുള്ള വടി പിടിച്ചും കൊണ്ട് ഒരു കൂട്ടം ആടിനെ മേയ്ക്കുന്ന കർത്താവിൻ്റെ ചിത്രം പ്രസിദ്ധമാണ്. ഒരിടയനാൽ മേയ്ക്കപ്പെടുന്ന ഒരാട്ടിൻകൂട്ടം. എന്നാൽ ഇന്ന് ഇടയൻ ഒന്ന് തന്നെയാണ്, ആട്ടിൻകൂട്ടങ്ങൾ പലതുമാണ്. ഇന്ന് രണ്ട് ക്രിസ്ത്യാനികൾ തമ്മിൽ യോജിച്ച് നിൽക്കുവാൻ പ്രയാസമാണ്. രണ്ട് സഭകൾ തമ്മിൽ ഒട്ടുവൈക്യതയില്ല, സ്നേഹമില്ല. ഒരു സഭയിൽ തന്നെ സാമ്പത്തികമായി വളർന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരും അകന്നു നിൽക്കുന്നു. തിന്ന് കുടിച്ച് പുള്ളയ്ക്കുന്ന ധനവാന് പടിവാതിക്കൽ കിടക്കുന്ന ലാസറിനെ കാണുവാൻ കഴിയുന്നില്ല. വിശ്വാസ വ്യാഖ്യാനങ്ങളിൽ സഭകൾ തമ്മിൽ ഭിന്നിച്ചു നിൽക്കുന്നു. പരസ്പരം സ്നേഹിക്കുകയോ കരുതുകയോ കൂട്ടായ്മ ബന്ധം നിലനിർത്തുകയോ ചെയ്യാതെ ഒരു ഇടയനാൽ മേയിക്കപ്പെടുന്ന ആട്ടിൻകൂട്ടം എന്ന് അഭിമാനിക്കുന്ന വിശ്വാസികൾ. ആദിമസഭയുടെ ഒരു ബ്ലൂ പ്രിൻ്റാണ് അപ്പോസ്തലപ്രവൃത്തി 2-4 അധ്യായങ്ങൾ. ഒരുമനപ്പെട്ട് ദേവാലയത്തിൽ കൂടി വന്ന് സകല ജാതികളുടെയും കൃപയനുഭവിച്ച വിശ്വാസികളുടെ കൂട്ടമായിരുന്നു ആദിമസഭ. അവർ എല്ലാ ഏകഹൃദയവും ഏകമനസ്സും ഉള്ളവരായിരുന്നു. സകലവും അവർക്ക് പൊതുവകയായിരുന്നു. മറ്റുള്ളവർ ആരും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ദൈവകൃപ ധാരാളമായി ലഭിച്ചിരുന്നു. ഈ ദൈവകൃപ അനുഭവിപ്പാൻ ഇന്നത്തെ വിശ്വാസ സമൂഹത്തിന് കഴിയുന്നുണ്ടോ? ചെറിയ ചെറിയ സംഗതികളെ മുറുകെ പിടിച്ചുകൊണ്ട് വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാതെ പരസ്പരം ചെളിവാരി എറിയുന്ന നമുക്കെങ്ങനെ ദൈവകൃപ ലഭിക്കും? 2 ദിനവൃത്താന്തം 30-ാം അധ്യായത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന സകലരെയും ദൈവജനമായി അംഗീകരിക്കത്തക്കവണ്ണം യെഹെസ്കേയാവിന് ലഭിച്ച ദർശനത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. യെഹെസ്കേയാവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പെസഹാചരണമാണ് പശ്ചാത്തലം. എഴുതിയിരിക്കുന്ന നിയമങ്ങൾക്ക് അനുസരണമായി പെസഹ ആചരിച്ചവരും നിയമം വിട്ട് പെസഹ ആചരിച്ചവരും അവിടെ ഉണ്ടായിരുന്നു. ഇരുകൂട്ടരെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരെ വഹിച്ച് യെഹെസ്കേയാവ് പ്രാർത്ഥിച്ചു. തൽഫലമായി 7 ദിവസത്തെ പെസഹ ആചരണത്തിന് കൂടി വന്നവർ 7 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും തുടർന്ന് 7 ദിവസം കൂടി പെസഹ ആചരിച്ചു. തൽഫലമായി യഹൂദന്മാരുടെ സർവ്വസഭയും പുരോഹിതരും ലേവ്യരും ഇസ്രായേലിൽ നിന്ന് യഹൂദയിൽ പാർത്തിരുന്ന പരദേശികളും എല്ലാവരും ഒരുമിച്ച് സന്തോഷിച്ചു. ഒരുമിച്ച് സന്തോഷം പങ്കിടുന്നതാണ് ദൈവകൃപ. അതിന് സഹായകരമായി തീരണമെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന എല്ലാവരും ഒന്നായി തീരണം. യെഹെസ്കേൽ 37:15 മുതലുള്ള വാക്യങ്ങളിൽ 2 കോലുകൾ, യഹൂദ ഗൃഹത്തിന് പേരെഴുതിയിരിക്കുന്ന കോലും ഇസ്രായേൽ ഗൃഹത്തിന് പേരെഴുതിയിരിക്കുന്ന കോലും ഒന്നായി തീരുന്ന ദർശനം. അതായത് പാപത്തിൻ്റെ ഫലമായി 2ആയി വിഭജിക്കപ്പെട്ട ഇസ്രായേൽ വീണ്ടും ഒന്നായി തീരുന്നു എന്ന ഈ ദർശനത്തിൽ കൂടി സൂചിപ്പിക്കുന്നത്. ഒന്നായിത്തീരുന്ന ദൈവജനത്തിന് 5 അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നത്. 1, യഹോവ അവർക്ക് ദൈവമായിരിക്കും. 2, ഇസ്രായേൽ അവൻ്റെ ജനമായി തീരും. 37-23 വാക്യം. 3, പിതാക്കന്മാരുടെ ദേശം അവകാശമായി ലഭിക്കും. 37-25 വാക്യം. 4, അവർക്കായി വിശുദ്ധ മന്ദിരം ലഭിക്കും. 37-26. 5, ഒരു രാജാവ്, അതായത് ദൈവത്താൽ അവർ ഭരിക്കപ്പെടും. 37-24. ഐക്യതയോടെ കഴിയുന്ന ഒന്നായിത്തീരുന്ന വിശ്വാസ സമൂഹത്തിന് മാത്രമാണ് ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. നാം ഒന്നായിത്തീരുന്നില്ല എങ്കിൽ ഓടിയതും അധ്വാനിച്ചതും എല്ലാം വ്യർത്ഥമായി തീരും. 1 കൊരിന്ത്യർ 12 ഐക്യതയുടെ ദർശനം തന്നെയാണ് നൽകുന്നത്. ശരീരത്തിൽ അവയവങ്ങൾ പലതാകുന്നുവെങ്കിലും ശരീരം ഒന്ന് മാത്രമാണ്. ശരീരത്തിന് സുഗമമായ പ്രവർത്തനത്തിന് അവയവങ്ങൾ പരസ്പരം ഐക്യതയിൽ വച്ചിക്കണം. ക്രിസ്തീയ സമൂഹം മുഴുവനും ഒരു ശരീരമാണ്. ശരീരത്തിന് വ്യക്തിത്വം നൽകുന്നത് തലയാണ്. സഭയുടെ തല യേശു ക്രിസ്തുവാണ്.
ശരീരത്തിന് തലയുടെ പ്രാധാന്യം എപ്രകാരമാണോ അപ്രകാരമാണ് സഭയ്ക്ക് യേശുക്രിസ്തു. ശരീരമെന്ന നിലയിൽ സഭ ക്രിസ്തുവിനോട് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിലാണ് വ്യത്യസ്ത ഘടകങ്ങൾ ഐക്യം കണ്ടെത്തുന്നത്. സഭയിലെ അംഗങ്ങൾ എല്ലാവരും വ്യത്യസ്തരായിരിക്കുന്നു. എങ്കിലും ഈ വ്യത്യസ്തത സഭയെ തകർക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവർ ക്രിസ്തുവിൽ ഒന്നാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ മഹത്വം അവൻ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നു എന്നതാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന എല്ലാവരും ഐക്യതയിൽ തികഞ്ഞവരായിരിക്കണം. സഭയ്ക്കുള്ളിൽ ഐക്യതയുണ്ടെങ്കിൽ മാത്രമേ സഭയ്ക്ക് അതിൻ്റെ സാക്ഷ്യം നിർവഹിക്കാൻ കഴിയൂ. വിശ്വാസികൾ വേർപിരിഞ്ഞിരിക്കുന്നവരും പോരടിക്കുന്നവരും ആയിത്തീരരുത്. നാം എല്ലാവരും സ്വർഗസ്ഥനായ ഒരു പിതാവിൻ്റെ മക്കളാണ്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ കർത്താവിൻ്റെ സാക്ഷികളായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. കർത്താവേ, ക്രിസ്തുവിൽ ഒന്നായിത്തീർന്ന വിശ്വാസ സമൂഹത്തിൽ കാണപ്പെടുവാൻ തക്കവണ്ണം എന്നെയും സഹായിക്കണമേ. ആമേൻ. ദൈവസ്നേഹത്തിൽ നാം ഒത്തു വളർന്നിടുമ്പോൾ ലോകരേശുവേ അറിയും. ദൈവസ്നേഹത്തിൽ നാം ഒത്തു വളർന്നിടുമ്പോൾ ലോകരേശുവേ അറിയും. സഭയേകമായി ഒരു ദേഹമായി പ്രഭവീഷണം ഇഹത്തിൽ. സഭയേകമായി ഒരു ദേഹമായി പ്രഭവീഷണം ഇഹത്തിൽ.